നമസ്കാരം. ജ്യോതിഷം അനുസരിച്ച് ഈ വർഷത്തെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു യോഗം രൂപപ്പെടാൻ പോവുകയാണ്. അതായത് ഗജകേസരി യോഗം. ഈ വർഷം ഇനി ഇത്രയും ഭാഗ്യം നൽകുന്ന ശുഭയോഗം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്ര ഭാഗ്യമാണ് തെളിയാൻ പോകുന്നത്. ആ ഭാഗ്യം സിദ്ധിച്ച 3 രാശികളെന്ന് പറയുന്നത് ഇടവം, ധനു, കുംഭം. ഇവർക്ക് ഈ വർഷത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷങ്ങളാണ് വന്നണയാൻ പോകുന്നത്. ജീവിതത്തിൽ കൊതിച്ചതും ആശിച്ചതും സ്വപ്നം കണ്ടതുമായ എല്ലാ ഭാഗ്യങ്ങളും ഇവരുടെ കൈക്കുമ്പിളിൽ എത്തുക തന്നെ ചെയ്യും. അത് വേണ്ട വിധം വിനിയോഗിക്കാനും ആ ഭാഗ്യങ്ങൾ അനുഭവിക്കാനുമുള്ള യോഗം ഇവർക്ക് തെളിഞ്ഞു വരികയാണ്. എന്തുകൊണ്ടും ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളാണിത്. എല്ലാ രീതിയിലും ജീവിതം മെച്ചപ്പെടുത്താനും ജീവിതം കരകയറാനും സാധിക്കുന്ന ഒരു അനുഗ്രഹ യോഗമാണ് വന്നിരിക്കുന്നത്. ഗജകേസരി യോഗം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ സൗഭാഗ്യം വന്നെത്തുമെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. അത്രയ്ക്ക് ഭാഗ്യമാണ് ഈ 3 രാശിയിൽ ജനിച്ചവരെ തേടിയെത്തിയിരിക്കുന്നത്. ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. മറ്റ് ഗ്രഹങ്ങളോടൊപ്പം ചന്ദ്രൻ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ അത് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. പലപ്പോഴും 2.5 ദിവസമാണ് ചന്ദ്രൻ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. മറ്റേതെങ്കിലും ഗ്രഹത്തിന് അഭിമുഖമായോ അല്ലെങ്കിൽ സംയോജിക്കുന്ന രീതിയിലോ ചന്ദ്രൻ വരുമ്പോൾ അത് ഗജകേസരി യോഗത്തിന് രൂപം നൽകുന്നു. ഇങ്ങനെ രൂപം കൊള്ളുന്ന ഗജകേസരി യോഗം ചില രാശികളിൽ വളരെയധികം സ്വാധീനം ചെലുത്തും. അങ്ങനെ ഗജകേസരി യോഗത്തിന്റെ സ്വാധീനം വന്നു ചേരുന്ന രാശികളിൽ ആ രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. കാരണം അത്രയധികം നേട്ടങ്ങളാണ് ചന്ദ്രൻ രൂപപ്പെടുത്തുന്ന ഗജകേസരി യോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. 2025 അതായത് 2025 എന്ന ഈ പുതുവർഷത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം, ഈ വർഷം മുഴുവൻ ഉള്ള ഗ്രഹമാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം നൽകാൻ ശേഷിയുള്ളൊരു ഗ്രഹമാറ്റമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ആ ഗ്രഹമാറ്റം മൂലം വന്നു ചേർന്നിരിക്കുന്നത് ഗജകേസരി യോഗം കൂടിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടു നൽകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ സ്വപ്നം കാണാത്ത നേട്ടങ്ങൾ വരെ വന്നു ചേരുന്നതിന് കാരണമാകും. സ്വപ്നങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ ഗജകേസരി യോഗത്തിനെ കൊണ്ട് സാധിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായ ഭാഗ്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ വന്നു ചേരും. അത്രയധികം നേട്ടങ്ങളാണ് ഈ ഒരു ഗജകേസരി യോഗം മൂലം ഈ പറഞ്ഞിരിക്കുന്ന 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ജനുവരി 9 ഈ വർഷത്തെ ആദ്യത്തെ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജനുവരി 9 രാത്രി 8:46 ചന്ദ്രൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കും. വ്യാഴം ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ചന്ദ്രനും വ്യാഴവും ഈ സമയം സംയോജിക്കും. അതുമൂലം ഗജകേസരി യോഗത്തിന് രൂപം കൊള്ളും. ഇത് 12 രാശികളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെങ്കിലും 3 രാശികളിൽ, അതായത് ഇടവം, ധനു, കുംഭം, ഈ പറഞ്ഞിരിക്കുന്ന 3 രാശികളിൽ ഗജകേസരി യോഗത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കും. ഈ രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയും എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം ഈ 3 രാശികളിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഈ ഗജകേസരി യോഗം മൂലം ജീവിതത്തിൽ വന്നു ചേർന്നത് എന്നും. ആദ്യമായി ഇടവൻ രാശിയാണ്. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരമാദ്യ 2 പാദം. ഇടവൻ രാശിക്കാർക്ക് അവരുടെ ലഗ്നഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊണ്ടിരിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും വിജയം കരസ്ഥമാക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. മുടങ്ങിക്കിടന്ന ജോലികൾ എല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിനും സാധിക്കും. വെല്ലുവിളികളെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്കൊപ്പം ഉണ്ടാകും. ഗജകേസരി യോഗം മൂലം ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ അകലും. സാമ്പത്തിക പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ്. തൊഴിൽ മേഖലയിൽ ആഗ്രഹിക്കുന്നത് പോലെ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും. ഭാവിയിലേക്കുള്ള പണം സമ്പാദിക്കുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു. എല്ലാ അർത്ഥത്തിലും ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പ്രതീക്ഷിക്കാത്ത സുവർണ അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്താൻ പോകുന്നത്. ജീവിതം പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം.
ധനുരാശിക്കാർക്ക് ഗജകേസരി യോഗം അവരുടെ 6ാം ഭാവത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു, എനിക്കിനി തിരിച്ച് ലഭിക്കില്ല എന്നു കരുതിയ പണവും വസ്തുവകകളും ഒക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. തൊഴിൽപരമായി ആഗ്രഹിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. മാത്രമല്ല, ബിസിനസ്സിൽ ഇതുവരെ കുറച്ച് നഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വന്നിരുന്ന ഈ രാശിയിൽ ജനിച്ചവർക്ക് അതൊക്കെ മാറാൻ പോവുകയാണ്. ബിസിനസ് പരമായി വളരെ നേട്ടങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ മാറി വളരെ വലിയൊരു സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ വന്നു ചേരും. എളുപ്പത്തിൽ തന്നെ കടബാധ്യതകളും വായ്പകളും തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് നേരിട്ട് വന്നിരുന്ന ബുദ്ധിമുട്ടുകളും അതായത് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു. ആരോഗ്യം വീണ്ടെടുക്കാനും പഴയതുപോലെ നല്ല രീതിയിൽ ആരോഗ്യപരമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള മികച്ച സമയമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വർഷം തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികപരമായും തൊഴിൽപരമായും കുടുംബത്തിലുമൊക്കെ സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു യോഗമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വെച്ചടി കയറ്റമാണെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. അടുത്തത് കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം. ഗജകേസരി യോഗം ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന രാശികളിൽ ഒന്നാണ് കുംഭൻ രാശി. പലപ്പോഴും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങളെ തേടിയെത്തും. കൂടാതെ കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതുവരെ നിങ്ങൾ എത്ര പ്രയത്നിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങളുടെ കഴിവിനൊത്ത ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളുടെ കഠിന പരിശ്രമത്തിനുള്ള കൃത്യമായിട്ടുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്തുകൊണ്ടും സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു വർഷമാണ് ഈ ഗജകേസരി യോഗം മൂലം നിങ്ങൾക്ക് ഈ 2025 വന്നു ചേർന്നിരിക്കുന്നത്. കൂടാതെ മുടങ്ങിക്കിടന്ന ജോലികളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. ലാഭത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യങ്ങൾ വീണ്ടെടുക്കാനും സാധിക്കും. പല കാര്യങ്ങളാൽ, പല ബുദ്ധിമുട്ടുകളാൽ മാനസികമായി തകർന്നിരുന്നവർക്കൊക്കെ ആ ബുദ്ധിമുട്ടൊക്കെ മാറി മാനസിക നില വീണ്ടെടുക്കാനും സന്തോഷപൂർണമായ ആരോഗ്യപരമായ നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനും ഭാഗ്യം കാണുന്നു. എന്തുകൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്നു ചേരും. അതുമൂലം സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്തുകൊണ്ടും സൗഭാഗ്യം നിറഞ്ഞ ഒരു വർഷമാണ് 2025 നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കാരണം 2025 നടക്കാൻ പോകുന്ന രാശി മാറ്റങ്ങളിലും ഓരോ ഭാഗ്യങ്ങൾ, അതായത് ഓരോ യോഗങ്ങൾ തെളിയുന്നതിലും ഏറ്റവും ഭാഗ്യം നൽകുന്ന ഒരു യോഗമാണ് ഈ 2025 ജനുവരി 9 രാത്രി മുതൽ നിങ്ങളുടെ ജന്മരാശിയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ. ജീവിതം മാറിമറിയും, സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളൊക്കെ എത്തിച്ചേരാനും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ഗജകേസരി യോഗം നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലമായി ഭാഗ്യമായി നിൽക്കുന്നത്. അത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി. ശിവോഹം.